ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ, ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണ് പ്രേക്ഷകർ. ദുരന്തത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാരണം വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെയും ദൗത്യത്തിന്റെയും ദൃശ്യങ്ങൾ. ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങൾ, സേനാ വിഭാഗം എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ടുള്ള ദൃശ്യം. വ്യോമസേന നേരത്തെ നടത്തിയിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗം എയർലിഫ്റ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ആ പോകും വഴിയുള്ള ആ ദൃശ്യങ്ങൾ നോക്കൂ. ചാലായി കീറി മുറിക്കപ്പെട്ട പ്രദേശങ്ങൾ, അവിടെ പുഴ ഒഴുകി മാറിയതിൻ്റെ വഴികൾ നേരത്തെയുണ്ടായിരുന്ന സ്വാഭാവിക ഒഴുക്കിൻ്റെ ഭാഗമല്ല. പല പ്രദേശങ്ങളെയും കീറി മുറിച്ചുകൊണ്ട് കുത്തൊഴുക്കി ആ ഭൂപ്രകൃതിയുടെ ഘടന തന്നെ മാറ്റി. അതിനെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഭൂപ്രകൃതിയുടെ ഇന്നത്തെ ഒരവസ്ഥയാണ്. നോക്കൂ, ആകാശത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പുഴയുടെ ആ ദൃശ്യങ്ങൾ, ആ നീർച്ചാലുകൾ, ആ ഉറവകളൊക്കെ ഏത് രീതിയിലേക്ക് വഴിമാറി എന്നതിൻ്റെ നേർചിത്രമാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. 120 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചു എന്നുള്ളതാണ്. നിരവധി മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനമേഖലയ്ക്കുള്ളിലേക്കും അവിടെ ചാലിയാർ ഒഴുകുന്ന പല ഗർത്തങ്ങളുണ്ട്. ആ ഗർത്തങ്ങളിലേക്കും ഒക്കെ തന്നെ മൃതദേഹങ്ങൾ പതിച്ചിരിക്കാം. അങ്ങനെയുള്ള വിവരങ്ങളും പുതുതായി ലഭിക്കുന്നു. ഇതിൽ പോത്തുകൽ ഭാഗത്ത് ചാലിയാർ പുഴ കൊണ്ടൊഴുക്കി എത്തിച്ച ഭാഗത്ത് നിന്നും 52 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതിലെ ഡീറ്റെയിൽസ് 22 പുരുഷന്മാരും 9 സ്ത്രീകളും 2 ആൺകുട്ടികളും എന്നുള്ളതാണ്.